അനു സാരില്ല, മോള് ചെറുതായിട്ടൊന്ന് പേടിച്ചെന്നേ ഉള്ളൂ. ടിനു വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ അപ്പോഴേ പറഞ്ഞതാ ടിനുവിനോട് ചാച്ചനെ അറിയിക്കണ്ടെന്ന്. മോൾ എന്തിനാ റോഡിലേക്ക് പോയത്? അത് ചേച്ചി പോവാൻ പോയപ്പോ ഞങ്ങളും പുറകെ പോയതാ. പെട്ടെന്ന് ഇങ്ങനെ പോകാൻ തീരുമാനിക്കാൻ ഇവിടെ എന്തുണ്ടായി? കുട്ടികൾ എന്തെങ്കിലും? അത് എന്താ ഉണ്ടായെന്ന് പറയൂ. ചാച്ചൻ നാൻസിന്റെ കല്യാണം കഴിക്കുന്നത് ചേച്ചിക്ക് ഇഷ്ടമല്ല, അതാ ചേച്ചി പോവാൻ പോയത്. വെറുതെ ചുമ്മാ ഓരോന്ന്. ഞാൻ പോകാൻ ഇറങ്ങിയതൊന്നുമല്ല. ചേച്ചി ശരിക്കും പോവാൻ ഇറങ്ങിയതാ. അത് നിങ്ങൾക്ക് ചേച്ചിയോട് സ്നേഹം ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടല്ലേ. മേരിക്കുട്ടി, ബെന്നി നാൻസി എന്നൊരു കുട്ടിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടെന്ന് ഇന്നലെയാണ് ഞാൻ അറിഞ്ഞത്. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ബെന്നി അതിന് തയ്യാറായത്. അടുത്ത ഞായറാഴ്ചയാണ് ബെന്നിയുടെ മനസ്സമ്മതം. ഇനി ഞാൻ ആരാണെന്നും എന്തിനു വന്നു എന്നും പറഞ്ഞ ബെന്നിയെ അത് കൂടുതൽ വിഷമിപ്പിക്കുകയുള്ളൂ. എന്റെ സ്വപ്നങ്ങളെല്ലാം തൽക്കാലം ഇവിടെ അവസാനിക്കുന്നു. പക്ഷേ കുട്ടികൾ, അവർക്കെന്നെ വിട്ടുപിരിയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തൽക്കാലം ഞാൻ ഇവിടെ നിന്നേ പറ്റൂ. ഇപ്പോഴാണ് ചാച്ചന്റെ അനുമോൾ ഒരു ചുന്ദരി കുട്ടിയായത്. അനുമോള് ചുന്ദരി കുട്ടിയെന്ന് ചാച്ചന് ഇപ്പഴേ മനസ്സിലായുള്ളൂ. അയ്യടാ ഉമ്മ. ചാച്ചൻ എന്താ ഇപ്പൊ പെട്ടെന്നൊരു സ്നേഹം? അതേ, ചാച്ചനൊരു കാര്യം ചോദിച്ചാല് അനുമോള് സത്യം പറയാവോ? ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്താ പോരാ. അതെ, ഇന്നലെ ചേച്ചി അങ്ങനെ പറഞ്ഞോ? എങ്ങനെ? അല്ല, മോൾ എന്തോ പറഞ്ഞല്ലോ. ആ, ചാച്ചൻ നാൻസി ആന്റിയെ കല്യാണം കഴിക്കുന്നത് ആനി ചേച്ചിക്ക് ഇഷ്ടമല്ലെന്നോ അങ്ങനെ എന്തോ. അതെന്തിനാ ചാച്ചൻ പറയുന്നേ? അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തിനാണെന്ന് അറിയണമല്ലോ. എന്തിനാ അറിയുന്നേ? അല്ല, അത് വെറുതെ. ചാച്ചന്റെ ട്രിക്ക് അല്ലേ? ഞാൻ ചേച്ചിയോട് പറയും. അനുമോൾ അവിടെ നിൽക്കാനാ പറഞ്ഞ. എന്താ ചേച്ചിയോട് എന്ന് അറിയട്ടെ, പറ. ചാച്ചൻ ചോദിക്കാ ഇപ്പം മഴ പെയ്യാത്ത എന്താന്ന്. ഇതാണോ വലിയ ആനക്കാര്യം? വാ വാ, ഇനി ഇവിടെ നിൽക്കണ്ട, സ്കൂളിൽ പോകാൻ സമയമായി. ബാഗ് ശരി. ചേച്ചി, ഈ ചാച്ചൻ പറയാ ചേച്ചി ഇവിടുന്ന് പോകുന്നത് ചാച്ചന് ഇഷ്ടമല്ലാതെ. മോളുടെ ഇൻട്രസ്റ്റോട് മാത്രമല്ല, പയ്യനെ ഞാൻ സ്റ്റഡി ചെയ്തു. ഈസ് ബ്രില്യന്റ്. അതുകൊണ്ടാണ് ഞാൻ സമ്മതിച്ചത്. എനിക്കറിയില്ലേ സാറിന്റെ ബുദ്ധി. ഇപ്പൊ ബെന്നിയുടെ കാര്യം ഞങ്ങളങ്ങ് പറഞ്ഞതേ ഉള്ളൂ. വക്കീൽ സാറിന് അറിയില്ലേ? ഓ, അറിയാം. ആ, എന്നാ സാറ് ചെല്ലേ. അപ്പോ പറഞ്ഞ പോലെ കൃത്യസമയത്ത് തന്നെ എത്തണം. ഓക്കെ സാർ. ആ ബെന്നി, ഇവളുടെ ഒരു നിർബന്ധം, നിങ്ങളുടെ കല്യാണം ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്യണം. ഞാൻ അതിനു വേണ്ടിയിട്ട് ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇന്ന് വൈകിട്ട്. ഞങ്ങളുടെ വളരെ ക്ലോസ് സർക്കിൾ ഓഫ് ഫ്രണ്ട്സ്, എന്റെ ഇവളുടെ. ബെന്നി കുട്ടികളെയും കൂട്ടി വരണം. അല്ല, പിന്നെ 7:30 മുനിസിപ്പൽ എഞ്ചിനീയറെ കണ്ട് ഈ പ്ലാൻ ഒന്ന് അപ്രൂവ് ചെയ്യിക്കണമായിരുന്നു. അതൊരു 10-15 മിനിറ്റല്ലേ വരുള്ളൂ. അത് കഴിഞ്ഞിട്ട് വന്നാൽ മതി. ഡാഡി, ഇന്നിപ്പോ അതിന് പോയില്ലെങ്കിൽ എന്താ? നോ, വർക്ക് ഈസ് മണി. ജോലി കഴിഞ്ഞിട്ടുള്ള പാർട്ടിയൊക്കെ മതി. ഓക്കെ, പറഞ്ഞ പോലെ. പിന്നെ കുറച്ച് നേരത്തെ വരെ നോക്കണം. ഓക്കെ. അത് കൊള്ളാം. ആരും ഇതുവരെ റെഡിയായില്ലേ? ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നല്ലേ. എന്താ ആരും ഒന്നും മിണ്ടാത്തെ? ഞങ്ങള് വരുന്നില്ല. അതെന്താ? ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഇഷ്ടമല്ലേ? ആ പിശാചാന്റിയുടെ പാർട്ടിക്ക് പോവാൻ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അനു, ഇങ്ങനെയാണോ ചാച്ചനോട് സംസാരിക്കുന്നേ? ഞങ്ങള് പോവില്ല പാർട്ടിക്ക്. ഞാൻ എത്ര പറഞ്ഞതാന്നറിയോ ഇവരോട്? കേക്കണ്ടേ? നിങ്ങൾ വരുന്നില്ല, ചാച്ചനും പോണില്ല പാർട്ടിക്ക്. എല്ലാം ഒരുക്കി ആ കുട്ടി കാത്തിരിക്കുമ്പോ ഇപ്പൊ പോകാതിരിക്കാന്ന് വെച്ചാ
പാർട്ടിക്ക് പോണം. പാർട്ടിക്ക് പോവാൻ ഞാൻ എപ്പോഴേ റെഡിയായി നിൽക്കുന്നു. താൻ എന്തിനാ റെഡി ആയിരിക്കുന്നത്? അല്ല, കുട്ടികൾക്ക് പോണോന്ന് പറഞ്ഞു, ഞാൻ റെഡിയായി. ആ, കുട്ടികൾ വരുന്നില്ല, അതുകൊണ്ട് ഞാനും പോണില്ല. വാട്ട് ഈസ് ദിസ്? ഭാവി വധു ഒരു പാർട്ടിക്ക് ക്ഷണിക്കുമ്പോ പോകാതിരിക്കുന്നത് മാനേഴ്സ് അല്ല. ഈ വീട്ടിൽ എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കൊണ്ടുപോകുന്നു, അവിടെ ജസ്റ്റ് 5 minutes തിരിച്ചുകൊണ്ട് വരുന്നു. സേഫ്. എഴുന്നേക്ക് എഴുന്നേക്ക് പിന്നെ ചേട്ടാ, ഞാനില്ല. ചാച്ചൻ ഇവിടെ വന്നേ ഭക്ഷണം കഴിക്കൂ. ഞാനും അല്ല, ഹായ് ചേച്ചി. എവിടായിരുന്നു ബെന്നി? യു ആർ വെരി ലേറ്റ്. അത് കുട്ടികൾ വന്നില്ല. അവർ വന്നില്ലെങ്കിൽ വേണ്ട, ബെന്നി ഇങ്ങോട്ട് വന്നേ. റൂഫ് ഗാർഡനിലാണോ? ഹായ് റാം. Come on, change your dresses. അയ്യോ, ബെന്നി ഇങ്ങനെയാണോ പാർട്ടിക്ക് വരണേ? എന്റെ സെലക്ഷനാ. എങ്ങനെയാണോ നോക്കിയേ. എനിക്ക് വയ്യ ഇതൊന്നും ഇട്ടോണ്ട് വരാൻ. ബെന്നി പ്ലീസ്, സമയമില്ല, പെട്ടെന്ന് ചേഞ്ച് ചെയ്യണം. എല്ലാരും ബെന്നിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം പ്ലീസ്. ഇത് വേണ്ട സാർ. അല്പം മുമ്പ് ബിയറാണ് കഴിച്ചത്. ഇതെന്താ? റമ്മാണ് സാർ. ആയിക്കോട്ടെ. സാർ സോഡ. നോ നീറ്റ്. അത് പറ്റത്തില്ല, ഞങ്ങളെ വിട്ടിട്ട് പോയാൽ മതി കേട്ടോ. ആ, പിന്നെ രാവിലെ വണ്ടി എനിക്ക് പഠിക്കാൻ തരണം. യു ആർ ഡ്രൈവിംഗ്. എന്താണ്? അയ്യോ ചേട്ടാ, പ്രശ്നമാക്കണ്ട, കുടിച്ചിട്ട് നിൽക്കുക. എവിടുന്ന് വരുന്നു? Dear friends, meet my daughter Nancy and my would-be son-in-law, Mr. Benny. I want to speak about driving. No, Okay. Benny, Huh? this is Rajan Menon, Managing Director, Western Group of Hotels. ഹലോ. Hello. I am Mr. Ambadi Unni, Managing Director and Principal of Ambadi Driving College, only for ladies. See, this hotel business, get lost. This share business, full loss. What is you? I don't push me. ഇത് നമ്മുടെ വിമൻസ് ക്ലബ് സെക്രട്ടറി ലാലി, ഇത് മഞ്ജു തോമസ്. ഇതേതാ സ്ഥലം? വീടെത്തി, ഇറങ്ങണം. ആഹാ. നല്ല വിശപ്പുണ്ടല്ലോ. എന്താ മുങ്ങിയപ്പോലെ നോക്കുന്നു? കുട്ടികള് ഭക്ഷണം കഴിച്ചോ? ഇല്ല, അവര് വഴക്കാന്ന് പറഞ്ഞു പോയി കിടന്നുറങ്ങി.